ലോകപ്രസിദ്ധ സഞ്ചാരിയായ ഇബ്ൻ ബത്തൂത്തയുടെ നാടാണ് മൊറോക്കോ. 14-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങളിലൂടെ അദ്ദേഹം പിന്നിട്ടത് 1.25 ലക്ഷത്തോളം കിലോമീറ്റർ ആണ്. അതിസാഹസികനായ ആ യാത്രികന്റെ നാട് ഇന്ന് സഞ്ചാരികളുടെ പറുദീസയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഒഴുകുന്ന ഡെസ്റ്റിനേഷൻ. വിനോദസഞ്ചാരത്തിലൂടെ മാത്രം വലിയൊരു തുക മൊറോക്കോയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വർഷം തോറും വന്നു ചേരുന്നുണ്ട്. മൊറോക്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് സിറ്റി ടൂറിലൂടെ ഇന്ന് നാം കടന്നു ചെല്ലുന്നത്. മറാക്കേഷ് നഗരം. മൊറോക്കോ സന്ദർശിക്കുന്ന സഞ്ചാരികളിൽ പകുതിയും മറാക്കേഷ് നഗരത്തിലേക്കാണ് എത്തുന്നത്. ദിവസങ്ങളോളം താമസിച്ച് കാണാനും ആസ്വദിക്കാനും വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രവും സവിശേഷമായ സംസ്കാരവും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. രാജ്യത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഭരണകൂടം വളർത്താൻ ശ്രമിക്കുന്ന നഗരവും ഇതുതന്നെ. പോകാം മറാക്കേഷിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് മറാക്കേഷ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഓൾഡ് ടൗണായ കസ്ബ, തുടർന്ന് സാദിയൻ ടൂംസ്, അടുത്തത് ബദിയ പാലസ്, പിന്നെ ബഹിയ പാലസ്, തുടർന്ന് കുത്തൂബിയ മോസ്ക്, അടുത്തത് മദ്രസ ബെൻ യൂസഫ്, പിന്നെ മജോറല്ലെ ഗാർഡൻ, അവിടെ നിന്നും ജമാഫിന സ്ക്വയർ, തുടർന്ന് അഗാഫെ ഡെസേർട്ട്, അവസാനമായി അറ്റ്ലസ് മൗണ്ടൻ. നമുക്ക് ആദ്യം മൊറോക്കോയുടെ ചരിത്രം ആരംഭിക്കുന്ന ഓൾഡ് ടൗൺ ഏരിയയിലേക്ക് പോകാം. കസ്ബ എന്നാണ് ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നത്. വലിയ മതിലുകൾക്കുള്ളിൽ പുരാതന നഗരഭാഗങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരങ്ങൾ, മോസ്കുകൾ, മദ്രസകൾ, ശവകുടീരങ്ങൾ എന്നിവയെല്ലാം കസ്ബയിലുണ്ട്. പല നിരകളിലായാണ് കസ്ബയിൽ മതിൽ പണിതിരുന്നത്. ഓരോ മതിൽക്കെട്ടിനുള്ളിലും കേന്ദ്രീകരിച്ചിരുന്നത് ഓരോ വിഭാഗം ജനങ്ങളായിരുന്നു. കസ്ബയ്ക്കുള്ളിലെ വഴികളെല്ലാം വളരെ ഇടുങ്ങിയതും വളവുകൾ നിറഞ്ഞതുമാണ്. ഇന്ന് പാതകൾ കല്ലുപാകി വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ട്. പരമ്പരാഗത ശൈലിയിലുള്ള 2 നില മന്ദിരങ്ങളാണ് വഴികളുടെ വശങ്ങളിൽ കാണാനാവുക. കെട്ടിടങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ രൂപവുമാണ്. ഇവയുടെ മരവാതിലുകൾക്കും കാര്യമായ വ്യത്യാസമൊന്നും പറയാനില്ല. ഇടയ്ക്കിടെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയ വലിയ കവാടങ്ങൾ കാണാം. മോസ്കുകളുടെയും പ്രമുഖർ താമസിച്ചിരുന്ന മാളികകളുടെയും ഒക്കെ പടിവാതിലാണിത്. കസ്ബ മേഖല നടന്നു കാണുന്നതാണ് ഉത്തമം. പഴമയുടെ സൗന്ദര്യം നേരിട്ട് അനുഭവിച്ചറിയാനാകും. കുതിരവണ്ടികളാണ് കസ്ബ കാണാൻ മറ്റൊരു മാർഗം. ഇടുങ്ങിയ വഴികളിലൂടെ കുതിരവണ്ടിയിലിരുന്ന് കാഴ്ചകൾ കണ്ട് സാവധാനം നീങ്ങാം.
കസ്ബയിലെ പ്രധാനപ്പെട്ട മറ്റൊരാകർഷണമാണ് സൂക്കുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ നാം കണ്ടിട്ടുള്ള സൂക്കുകളുടെ അതേ മാതൃകയിലുള്ള മാർക്കറ്റുകൾ. വൈവിധ്യം നിറഞ്ഞ നാടൻ കരകൗശല ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് പോകേണ്ടത് കസ്ബയിലെ രാജകീയ ഖബർസ്ഥാനായിരുന്ന സാദിയൻ ടൂംസിലേക്കാണ്. പതിനാറാം നൂറ്റാണ്ടിലെ നിർമ്മിതി. രാജാവായിരുന്ന അഹമ്മദ് അൽ മൻസൂർ സ്വന്തം ശരീരം അടക്കം ചെയ്യാൻ വേണ്ടിയാണ് ശവകുടീരം പണി കഴിപ്പിച്ചത്. പിന്നീട് ഇതൊരു റോയൽ ടൂംബ് കോംപ്ലക്സ് ആയി മാറുകയാണുണ്ടായത്. 12 തൂണുകളോട് കൂടിയ ചേംബറാണ് കോംപ്ലക്സിലെ പ്രധാന ഭാഗം. ഇവിടെയാണ് അഹമ്മദ് അൽ മൻസൂറിന്റെയും കുടുംബാംഗങ്ങളുടെയും ശരീരങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിലാണ് തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ കല്ലറയുടെയും ഭാഗത്ത് ചതുരാകൃതിയിൽ പ്രത്യേക ടൈൽ വിരിച്ചിട്ടുണ്ട്. പ്രമുഖരുടെ കല്ലറകൾക്ക് കൂടുതൽ അലങ്കാരങ്ങൾ നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത നിരവധി മന്ദിരങ്ങൾ അടങ്ങുന്നതാണ് കോംപ്ലക്സ്. കോമ്പൗണ്ടിലെ ഗാർഡനുകളിലും കാണാം കല്ലറകൾ. മൊറോക്കൻ ചരിത്രത്തിലെ പല പ്രമുഖ വ്യക്തികളെയും അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയായതിനാൽ വിപുലമായ ചരിത്രവും ഈ സ്മാരകത്തിന് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ സാദിയൻ ടൂംസ് സന്ദർശിക്കുമ്പോൾ ഒരു ഗൈഡിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഇനി കസ്ബയിലെ ഒരു കൊട്ടാരം കാണാൻ പോകാം. ബദിയ പാലസ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച നിർമ്മിതി. മറാക്കേഷിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളെല്ലാം പൂർണ്ണ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ കൊട്ടാരം തകർന്ന നിലയിലാണ്. കാലപ്പഴക്കം കൊണ്ടുണ്ടായ തകരാറല്ല ഇത്. കൊട്ടാരം ഉപേക്ഷിക്കപ്പെട്ട ശേഷം മറ്റ് നിർമ്മിതികൾക്കായി കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽക്കൂരയുള്ള ഇടങ്ങൾ കൊട്ടാരത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഭൂഗർഭ അറകൾ മാത്രമാണ് പഴയ രൂപത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്. കൊട്ടാരത്തിന്റെ ഭൂഗർഭ നിലയിലൂടെയാണ് ഉള്ളിലേക്കുള്ള പ്രവേശനം. ഇവിടെ കൊട്ടാരത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ഭൂഗർഭനില പിന്നിട്ടെത്തുന്നത് കൊട്ടാരത്തിന്റെ തകർന്ന ഇടങ്ങളിലേക്കാണ്. മേൽക്കൂര നഷ്ടമായെങ്കിലും ഭിത്തിയുടെയും തറയുടെയും മറ്റും കുറച്ചു ഭാഗങ്ങൾ അവശേഷിച്ചിട്ടുണ്ട്. വിശാലമായ കൊട്ടാരക്കെട്ടിൽ ഒരു കാലത്ത് രാജവസതി, ഖജനാവ്, കുതിരലായം, സുപ്രധാന ഭരണസ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിച്ചിരുന്നു. ഇന്ന് ഇവിടം മറാക്കേഷിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. പതിവായി ഫെസ്റ്റിവലുകളും എക്സിബിഷനുകളും കലാപരിപാടികളും മറ്റും നടക്കുന്നയിടം. മറാക്കേഷ് ഫോക്ലോർ ഫെസ്റ്റിവലാണ് ഇതിലേറ്റവും പ്രസിദ്ധം. ഒക്ടോബർ മാസത്തിലാണ് മറാക്കേഷ് സന്ദർശിക്കുന്നതെങ്കിൽ മൊറോക്കോയുടെ നാടൻ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തുന്ന ഫോക്ലോർ ഫെസ്റ്റിവലും കാണാനാവും. ഇനി കാണേണ്ടത് മറ്റൊരു കൊട്ടാരമാണ്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു നിർമ്മിതി. ബഹിയ പാലസ്. മറാക്കേഷ് കസ്ബയിലെ മറ്റെല്ലാ നിർമ്മിതികളെയും പോലെ ഈ കൊട്ടാരവും തകരാറുകളൊന്നുമില്ലാതെ നിലനിൽക്കുന്നുണ്ട്.
രാജഭരണത്തിന് ശേഷം ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് ഗവർണറുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു. തനത് മൊറോക്കൻ ആർക്കിടെക്ചറാണ് കൊട്ടാരത്തിനുള്ളത്. ഇസ്ലാമിക് പാരമ്പര്യം അടിസ്ഥാനമാക്കിയുള്ള അലങ്കാരങ്ങളും മറ്റും കൊട്ടാരത്തെ ഗംഭീരമായൊരു കാഴ്ചാനുഭവമാക്കി മാറ്റുന്നു. മാർബിൾ, സാൻഡ്സ്റ്റോൺ, തടി, ടൈലുകൾ എന്നിവയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. ഇവയിലെല്ലാം മനോഹരമായ ജ്യാമിതീയ രൂപങ്ങൾ കൊത്തിവെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സങ്കീർണമായ പാറ്റേണുകൾ വളരെ സൂക്ഷ്മതയോടെ കൊത്തിയെടുത്തിട്ടുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. തടി ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങൾ മേൽക്കൂരയിലാണ് കൂടുതലും. ഇതുകൂടാതെ ധാരാളം ചുവർ ചിത്രങ്ങളും പലയിടങ്ങളിലായി കാണാം. മൊറോക്കോയിൽ അത്ര പതിവില്ലാത്ത സ്റ്റെയിൻ ചെയ്ത ചില്ലുജാലകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നത് കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി നടുമുറ്റങ്ങൾ ഉൾപ്പെടുന്നതാണ് ബാഹിയ പാലസ്. വലിയ നടുമുറ്റങ്ങൾ മാർബിൾ വിരിച്ചും ഫൗണ്ടൻ സ്ഥാപിച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. 4 തിരിച്ചുള്ള ലേഔട്ടാണ് ചെറിയ നടുമുറ്റങ്ങൾക്കുള്ളത്. ഇവ മരങ്ങളും പൂച്ചെടികളും നട്ട് ഗാർഡനായി വികസിപ്പിച്ചിരിക്കുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതിയാണ് അടുത്തതായി സന്ദർശിക്കുന്നത്. കുത്തൂബിയ മോസ്ക്. കുത്തൂബിയ മോസ്ക് എന്നാൽ പുസ്തക കച്ചവടക്കാരുടെ പള്ളി എന്നാണ് അർത്ഥം. പണ്ട് ഈ മോസ്കിനു ചുറ്റുമായി 100ഓളം കച്ചവടക്കാർ പുസ്തക വിൽപ്പന നടത്തിയിരുന്നു. അങ്ങനെ ലഭിച്ച പേരാണത്. 12ാം നൂറ്റാണ്ടിലാണ് മോസ്ക് പണി കഴിപ്പിച്ചത്. മുൻപ് ഇതേ സ്ഥാനത്ത് നിലവിലിരുന്ന പള്ളി തകർന്നപ്പോൾ അതേ രൂപരേഖയിൽ മറ്റൊന്ന് നിർമ്മിക്കുകയായിരുന്നു. 800 വർഷം മുമ്പ് പ്രചാരത്തിലിരുന്ന ശിലാബ്ലോക്കുകൾ അടുക്കിയുള്ള നിർമ്മാണ രീതി ഇതിൽ കാണാനാകും. 8 നൂറ്റാണ്ടിന് ശേഷവും ഒരു തകരാറും കൂടാതെ പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുകയാണ് മോസ്ക്. 77 മീറ്റർ ഉയരമുള്ള മിനാരം പോലും നിർമ്മിച്ച കാലത്തെ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നു. മോസ്കിലെ പ്രധാന ആകർഷണവും സമചതുരാകൃതിയിലുള്ള ഈ മിനാരമാണ്. പുറംഭാഗം പോലെ തന്നെ അതിശയിപ്പിക്കുന്നതാണ് മോസ്കിന്റെ ഉൾവശത്തിന്റെയും പൂർണ്ണത. ഹാളിലെ 100ഓളം തൂണുകളിലായി മുകളിലുള്ള കെട്ടിട ഭാഗങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്നു. 17 നിരകളിലായി കനമുള്ള തൂണുകൾ അടുക്കിയിരിക്കുകയാണ്. തൂണുകൾക്കിടയിലൂടെ തറയിൽ മനോഹരമായ പരവതാനികളും വിരിച്ചിട്ടുണ്ട്. 8 നൂറ്റാണ്ടിന്റെ പഴക്കം തോന്നില്ല എന്നതാണ് ഇവിടെയും അമ്പരപ്പിക്കുന്ന വസ്തുത. മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു നടുമുറ്റവും കൂടി കുത്തുബിയ മോസ്കിന്റെ ഭാഗമായുണ്ട്. ഇനിയൊരു മദ്രസയാണ് കാണേണ്ടത്. കസ്ബയിൽ നിരവധി മദ്രസകളുണ്ടെങ്കിലും ബെൻ യൂസഫ് എന്ന ഈ മതപാഠശാല നിർമ്മാണ ഭംഗി കൊണ്ട് വേറിട്ടു നിൽക്കുന്നു. അതിമനോഹരമാണ് മദ്രസയുടെ രൂപകൽപ്പന. ഇസ്ലാമിക് ശൈലിയിലുള്ള അലങ്കാര പണികളാൽ സമ്പന്നമായ നിർമ്മിതി. മന്ദിരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗവും
സങ്കീർണമായ ജിയോമെട്രിക് പാറ്റേണിലുള്ള കൊത്തുപണികളാൽ അലങ്കൃതമാണ്. മാർബിൾ, മണൽക്കല്ല്, തടി എന്നിവയൊക്കെയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. ഇതിലെല്ലാം മനോഹരമായ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. മേൽക്കൂരയിലാണ് തടി പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും അലങ്കാരങ്ങൾക്ക് കുറവില്ല. കൂടെ തൂക്കുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് പാരമ്പര്യത്തിലുള്ള ടൈൽ വർക്കുകളാണ് മദ്രസയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം. തറയിലും ഭിത്തിയുടെ ചില ഭാഗങ്ങളിലും മേൽക്കൂരയിലുമൊക്കെ ടൈലുകൾ കാണാം. മദ്രസയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നടുമുറ്റമാണ്. 2 നിലകളിലായുള്ള കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട നടുമുറ്റത്തിന് ടൈൽ വിരിച്ച തറയാണുള്ളത്. മധ്യത്തിലായി ഫൗണ്ടനോട് കൂടിയ ചെറിയൊരു കുളവും. കൊത്തുപണികളാൽ സമൃദ്ധമായ 4 വശത്തെയും ഭിത്തികൾ ഇവിടെ കാണേണ്ട കാഴ്ചയാണ്. പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള മുറികളും പഠനമുറികളുമെല്ലാം ഇതുപോലെ തന്നെ അലങ്കൃതമാണ്. മറാക്കേഷിലെ തികച്ചും വ്യത്യസ്തമായ ഒരു ഉദ്യാനമാണ് ഇനി കാണേണ്ടത്. മജോറെല്ലെ ഗാർഡൻ. ബെർബർ, ഇസ്ലാമിക് ശൈലികൾ കൂട്ടിച്ചേർത്ത് കലാപരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ജാക്കോസ് മജോറൽ എന്ന ഫ്രഞ്ച് ചിത്രകാരനാണ് ഗാർഡൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനെ ഇത്രയും വേറിട്ട ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. വളരെ സൂക്ഷ്മതയോടെയാണ് ഉദ്യാനത്തിന്റെ ഓരോ ഭാഗത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ചുറ്റുപാടുകളോട് ചേരും വിധം ഇവ വെട്ടിയൊതുക്കി പരിപാലിക്കുകയും ചെയ്യുന്നു. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സസ്യങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. എങ്കിലും മൊറോക്കൻ ഇനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. മരുഭൂമിയിൽ കാണപ്പെടുന്ന സ്പീഷീസുകളാണ് ഇതിൽ പ്രധാനം. ബെർബർ മ്യൂസിയം പ്രവർത്തിക്കുന്ന വില്ലയാണ് ഗാർഡനിലെ മറ്റൊരു പ്രധാന ആകർഷണം. കൊബാൾട്ട് ബ്ലൂ നിറത്തിന്റെ തിളക്കം ഈ നിർമ്മിതിയെ ഒരു കാഴ്ച അനുഭവമാക്കുന്നു. ധാരാളം ഫൗണ്ടനുകളും ഇൻസ്റ്റലേഷനുകളും പവലിയനുകളുമെല്ലാം ഈ ഗാർഡന്റെ ലാൻഡ്സ്കേപ്പിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നഗരത്തിലെ വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാനാകുന്ന ചത്വരത്തിലേക്ക് പോകാം. ജമാ എൽഫിന എന്ന് ഔദ്യോഗിക നാമമുള്ള ജമാഫിന സ്ക്വയർ. പകലും രാത്രിയുമെല്ലാം ഇവിടെ സഞ്ചാരികളുണ്ടാകും. എന്നാൽ വൈകുന്നേരത്തോടെയാണ് തിരക്ക് കൂടുക. തുടർന്ന് രാത്രി വൈകും വരെ സ്ക്വയറിൽ ഉത്സവ പ്രതീതിയായിരിക്കും. സാധാരണ ദിനങ്ങളിൽ പോലും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്ന സ്ക്വയറിൽ അവധി ദിനങ്ങളിൽ തിരക്ക് ഇരട്ടിയാകും. എങ്കിലും കാഴ്ചകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും അതൊരു തടസ്സമാകുന്നില്ല. നാടൻ കുട്ടിക്കളികൾ സ്ക്വയറിലെ വളരെ രസകരമായ കാഴ്ചയാണ്. നാണയം കളത്തിലെറിഞ്ഞ് പണം നേടുക, പ്രദർശിപ്പിച്ചിട്ടുള്ള വസ്തുവിൽ വളയം വീഴിച്ച് ആ വസ്തു സ്വന്തമാക്കുക എന്നിങ്ങനെയുള്ള വിനോദങ്ങൾ. മൊറോക്കൻ സംഗീതം, മൊറോക്കൻ നൃത്തം എന്നിവ അവതരിപ്പിക്കുന്ന കലാസംഘങ്ങൾ ചത്വരത്തിൽ പലയിടങ്ങളിലായി ഉണ്ടാകും.
വേറിട്ട ശൈലിയിലുള്ള ഈ പ്രകടനങ്ങൾ കാണാൻ ധാരാളം ടൂറിസ്റ്റുകളും ചുറ്റും കൂടും. പാമ്പുകളെ ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് മറ്റൊന്ന്. കരിമൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകളെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണമാണ് ചത്വരത്തിലെ മറ്റൊരാകർഷണം. ഒരിടത്ത് കിയോസ്കുകളിൽ പഴങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങളാണെങ്കിൽ മറ്റൊരിടത്ത് റെസ്റ്റോറന്റുകളാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റാളിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പാചകക്കാർ അപ്പപ്പോൾ ഭക്ഷണം തയ്യാറാക്കി വിളമ്പുന്നു. വശങ്ങളിൽ നിരത്തിയ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാണ് കഴിക്കുക. ആടിന്റെ മാംസം കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ കൂടുതലും. ഇനി ഡെസേർട്ട് സഫാരിയാണ്. സഹാറ മരുഭൂമിയിലെ പോലെ വലിയ മണൽപ്പരപ്പുകളില്ലെങ്കിലും വരണ്ടുണങ്ങിയ ഭൂപ്രകൃതിയാണ് മറാക്കേഷിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത്. ഈ ദിക്കിലെ അഗാഫെ എന്ന ഡെസേർട്ട് ഡെസ്റ്റിനേഷനിലേക്കാണ് നാം സഫാരിക്കായി പോകുന്നത്. ഇതിനായി വിവിധ പാക്കേജുകൾ ലഭ്യമാണ്. ക്യാമ്പിൽ താമസിച്ച് സൂര്യാസ്തമയവും സൂര്യോദയവും കാണാനും വിവിധ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും കഴിയുന്ന പാക്കേജാണ് അതിലൊന്ന്. മറ്റൊന്ന് സൺസെറ്റ് പാക്കേജും. ടൂർ കമ്പനികളുടെ വാഹനത്തിൽ മറാക്കേഷിൽ നിന്നും ക്യാമ്പുകളിൽ എത്താം. ഡെസേർട്ട് ക്യാമ്പുകളിൽ ടെന്റുകളിലാണ് താമസം. രുചികരമായ നാടൻ ഭക്ഷണം, കലാപരിപാടികൾ തുടങ്ങിയവയും ക്യാമ്പുകളിൽ ആസ്വദിക്കാം. രാത്രിയിൽ ക്യാമ്പ് ഫയറും രസകരമായ ആഘോഷങ്ങളും ഉണ്ടാകും. ക്യാമൽ റൈഡാണ് ഡെസേർട്ട് സഫാരിയിലെ ഒരു പ്രധാന ആക്ടിവിറ്റി. മരുഭൂമിയിലെ സൂര്യോദയ അസ്തമയ കാഴ്ചകൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് ആസ്വദിക്കാം. മറ്റൊരു ആക്ടിവിറ്റി ക്വാഡ് ബൈക്കിംഗ് ആണ്. ക്വാഡ് ബൈക്ക് എന്ന 4 ചക്ര വാഹനത്തിൽ മരുഭൂമിയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകും. അത്ര പരിചയമില്ലെങ്കിൽ കൂടിയും സാധാരണക്കാർക്കും ഓടിക്കാനാകുമെന്നതാണ് ക്വാഡ് ബൈക്കുകളുടെ പ്രത്യേകത. മരുഭൂമിയും മഞ്ഞുമൂടിയ പർവ്വതങ്ങളും ഉൾപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് മറാക്കേഷിന് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ കൾച്ചറൽ ഡെസ്റ്റിനേഷനുകൾക്ക് പുറമെ പ്രകൃതിയുടെ വേറിട്ട കാഴ്ചകളും ഇവിടെ കാണാനാവും. അറ്റ്ലസ് മൗണ്ടൻ റേഞ്ച് ആണ് അതിലൊന്ന്. നഗരത്തിൽ നിന്ന് തന്നെ വെളുത്ത പർവ്വതമുടികൾ കിഴക്ക് ഭാഗത്ത് ദൃശ്യമാണ്. 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ പർവ്വതത്തിന്റെ അടിവാരത്തെത്തുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് മലമ്പാതയിലൂടെ മുകളിലേക്കുള്ള യാത്ര അത്യാകർഷകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സീനിക് റൂട്ടുകളിൽ ഒന്നാണിത്. പർവ്വതത്തിലൂടെ നദികൾ ഒഴുകുന്നുണ്ട്. നദിയുടെ വശങ്ങളിൽ മാത്രം നല്ല പച്ചപ്പാണ്. ഒലിവ് ഉൾപ്പെടെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന ധാരാളം തോട്ടങ്ങളും ഇവിടെയുണ്ട്. അതോടൊപ്പം ടൂറിസ്റ്റ് റിസോർട്ടുകളും പ്രവർത്തിച്ചു വരുന്നു. പർവ്വതച്ചെരിവുകളിൽ ധാരാളം ബെർബർ ഗോത്ര ഗ്രാമങ്ങൾ കാണാം. ഇവയുടെ ദൂരക്കാഴ്ച ആസ്വദിക്കാൻ കഴിയും വിധം വ്യൂ പോയിന്റുകളും സജ്ജമാണ്. ഇംലിൽ പോലെയുള്ള ചില പട്ടണങ്ങൾ അറ്റ്ലസിലുണ്ട്. പർവ്വതത്തിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാണിവ.
ഹൈക്കിംഗ്, മൗണ്ടനിയറിംഗ്, റോക്ക് ക്ലൈംബിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇവിടെ ആസ്വദിക്കാം. തൗബ്കൽ എന്ന കൊടുമുടിയിലേക്കുള്ള ട്രെക്കിംഗ് ആണ് ഇതിലേറ്റവും പ്രസിദ്ധം. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ 90% പോകുന്നതും അവിടേക്ക് തന്നെ. ഗൈഡുകൾ കൂടെയുണ്ടെങ്കിൽ പർവ്വതമുകളിലെ ഗോത്ര ഗ്രാമങ്ങളും സന്ദർശിക്കാം. ബർബർ വിഭാഗക്കാരുടെ സംസ്കാരവും നിർമ്മാണ രീതികളും ജീവിത രീതികളും പുറംനാട്ടുകാർക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കും സമ്മാനിക്കുക. മറാക്കേഷിലൂടെയുള്ള യാത്ര പൂർത്തിയായപ്പോൾ നമുക്കൊരു കാര്യം തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകും. 1-2 ദിവസം കൊണ്ടൊന്നും ഈ നഗരം കണ്ടു തീർക്കാനാവില്ല. എത്ര വട്ടം കണ്ടാലും ഈ കാഴ്ചകളൊന്നും മതിയാവുകയുമില്ല. കാഴ്ചകൾ മാത്രമല്ല, സ്നേഹസമ്പന്നരും സൗഹൃദ മനോഭാവമുള്ളവരുമായ ജനതയും ഇവിടേക്ക് വീണ്ടും വീണ്ടും വരാനുള്ള കാരണമാണ്. ഒരു സഞ്ചാരി എന്ന നിലയിൽ ഇഷ്ടപ്പെടാത്തതായി ഒന്നും ഉണ്ടാവില്ല എന്നതാണ് മറാക്കേഷ് നഗരത്തിന്റെ സവിശേഷത.